മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളും ആ പള്ളിയുടെ പ്രത്യേകതകളും ഒന്ന് വിശദീകരിക്കാമോ ഉസ്താദേ? ചോദിച്ചിരിക്കുന്ന സിറാജുദ്ദീനാണ്, പാലക്കാട് നിന്നും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി കുറേയേറെ പണിയെടുത്തിട്ടുള്ളത്. അള്ളാഹുവിനോട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹുവേ, എനിക്ക് നീ തരേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് മസ്ജിദുൽ അഖ്സയ്ക്കകത്ത് ആരെങ്കിലും നമസ്കരിച്ചിട്ടിറങ്ങിയാൽ, 2 റക്അത്ത് നിസ്കരിച്ചിട്ടിറങ്ങിയാൽ അവരെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നീ പരിശുദ്ധമാക്കണമെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു അത് സമ്മതിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ മസ്ജിദുൽ അഖ്സയ്ക്കകത്ത് പ്രവേശനം നടത്തി അവിടെ നിസ്കരിച്ചിട്ടിറങ്ങി വരുന്നവർക്ക് കരുണക്കടലായ പടച്ചറബ് ഒരു ഉമ്മ പ്രസവിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഹൃദയം, ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ എത്രത്തോളം പരിശുദ്ധമാണോ, പവിത്രമാണോ, അങ്ങനെ തന്നെ ആ കുഞ്ഞിനെ ആക്കും എന്ന് ഹദീസുകളിൽ കാണാം. മാത്രമല്ല മസ്ജിദുൽ അഖ്സയ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംബിയാ മുർസലീങ്ങളെ എല്ലാം പുറകിൽ നിർത്തിയിട്ട് ഇമാമത്ത് നിന്ന് നിസ്കരിച്ച സ്ഥലമാണ് എന്നതിനപ്പുറം മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെയും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ചരിത്രങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തിളങ്ങി നിൽക്കുന്നത് മസ്ജിദുൽ അഖ്സയ്ക്കകത്താണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് നിർമ്മിച്ച പടുകൂറ്റൻ തൂണുകൾ ഇന്നും സ്ഥിതി ചെയ്യുന്നത് മസ്ജിദുൽ അഖ്സയ്ക്കകത്ത് വെച്ചിട്ടാണ്. ഒരുപാട് പ്രധാനപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങൾ മസ്ജിദുൽ അഖ്സയുടെ തൂണിനും കല്ലിനും ഓരോ ഭാഗത്തിനും പറഞ്ഞു തരാനുണ്ട്. അതുകൊണ്ട് തന്നെ മസ്ജിദുൽ അഖ്സ ഏറെ പ്രാധാന്യം അറിയിക്കുന്നതാണ്, ഏറെ പ്രതിഫലം നൽകുന്നതാണ്. തീർച്ചയായിട്ടും മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഫലസ്തീൻ ജനതയ്ക്ക് തീർച്ചയായിട്ടും അവിടെ സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ അപാരമായ സഹായം ആ നാടിനും ആ രാജ്യത്തിനും ഉണ്ടാവട്ടെ. ആമീൻ.